മെല്ലെ മെല്ലെ നാളുകളും കടന്നുപോയി. ഇപ്പോ തണുപ്പ് കാലവും വന്നു. എന്റെ ദൈവമേ, എന്താ ഇത് ഇങ്ങനെ തണുക്കുന്നു? എനിക്കിടാൻ സ്വെറ്റർ പോലുമില്ല. അയ്യോ, സ്വെറ്റർ ഇടാതെ തണുപ്പിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്ത് പറ്റി കിളി? മനസ്സിനുള്ളിൽ നീ എന്താ പറയുന്നത്? അമ്മേ, തണുപ്പ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ള ആർക്കും സ്വെറ്റർ പോലുമില്ല. കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സ്വെറ്റർ എല്ലാം കീറിപ്പോയി, അല്ലെങ്കിൽ ചെറുതായി. തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്വെറ്റർ വാങ്ങാമായിരുന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ തണുപ്പ് കാലം വരുന്നു എന്ന്? ആദ്യമേ എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ടതല്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ സ്വെറ്റർ വിൽക്കുന്ന ആ ഒരു പ്രാവില്ലേ, അത് ഈ കാട് വിട്ട് വേറെ കാട്ടിലേക്ക് പോയി. ഞങ്ങളിപ്പോ സ്വെറ്റർ എവിടുന്ന് വാങ്ങും? കാറ്റ് ഒരുപാട് തണുത്ത് വീശുന്നു. എല്ലാവരും അവരവരുടെ കൂട്ടിലുള്ളതാ നല്ലത്. പക്ഷിക്കൂടിനുള്ളിൽ തണുപ്പിൽ രക്ഷപ്പെട്ടാ നല്ലത്. അയ്യോ കിളി, എന്തിനാ വിഷമിക്കുന്നേ? എന്റെ കയ്യിൽ കുറച്ച് വുള്ളനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മഫ്ലർ തുന്നിത്തരാം. അപ്പോ മഫ്ലർ നന്നായി തുന്നുമെന്ന് അമ്മ പറയും. ഞാൻ നിനക്ക് തീർച്ചയായും തുന്നിത്തരാം. പക്ഷേ നിങ്ങൾക്ക് കണ്ണു കാണില്ല. നീ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കെ. ഞാൻ കണ്ണു കാണാതെ എങ്ങനെ മഫ്ലർ തുന്നുന്നു എന്ന്. ജുമരിപ്രാവ് ഒരു ദിവസം കൊണ്ട് ഒരു മഫ്ലർ തുന്നിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോയി ആ കിളിക്ക് കൊടുത്തു. ആഹാ പ്രാവമായി, ഇതൊരു അതിശയം തന്നെ. നിങ്ങൾ തന്ന ഈ മഫ്ലർ ഇട്ട ഉടനെ ഒരു തണുപ്പും എനിക്ക് അറിയുന്നതേയില്ല. ഇങ്ങനെയുള്ള മഫ്ലർ ഞാൻ കണ്ടതേയില്ല. നിങ്ങൾ തുന്നിയ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത്ര തന്നെ, വേറെ എന്ത് വേണം? പക്ഷേ ഇതെങ്ങനെ നിങ്ങൾ തുന്നി? നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ. ദൈവം ഒരു വാതിലടച്ചാൽ തീർച്ചയായും വേറൊരു വാതിൽ തുറക്കും. എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ നന്നായി മഫ്ലർ സ്വെറ്റർ തുന്നും.